വെൽക്കം ബാക്ക് ടു ലേൺ ഇനോ. ഇൻഡക്ടേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് പ്രീമിയം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. The basic function of an inductor is to options നോക്കാം. Store electrical energy in the form of electric field when current flows through the inductor. The second option, store electrical energy in the form of magnetic field when current flows through the inductor. Store magnetic energy in the form of magnetic field when current flows through the inductor. None of the above. See, ഇതില് A, B, C യില് 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡക്ടറിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും വരില്ല. ഇൻഡക്ടറിൽ ഏത് എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇലക്ട്രിക് എനർജി ആണോ മാഗ്നറ്റിക് എനർജി ആണോ? ഇലക്ട്രിക് എനർജി ആണ് അല്ലെ? അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ സി അല്ല എന്നുള്ളത് ഉറപ്പിക്കാം. കാരണം ഓപ്ഷൻ സിയിൽ പറയുന്നത് സ്റ്റോർ മാഗ്നറ്റിക് എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിലാണോ മാഗ്നറ്റിക് ഫീൽഡിലാണോ എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോ ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് ഫീൽഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ the basic function of an inductor is to store electrical energy in the form of magnetic field when current flows through the inductor എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് അതിൽ നിന്ന് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കുറച്ച് ഈസി ആയിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മൂന്നും വായിക്കും, നമുക്ക് ആൻസറും അറിയാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് മാർക്ക് ചെയ്യുമ്പോൾ മാറിപ്പോവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Okay, next question. Dash is the ability of a device to oppose any change in the current flowing through it. So, ഏതാണ് ability of a device? എന്താണ് the ability of a device to oppose any change in the current flowing through it? So, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Impedance, inductance, reactance and resistance. So, എന്തിനെയാണ് നമ്മൾ ഒരു ഡിവൈസിന്റെ എബിലിറ്റി, അതായത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ അല്ലെങ്കിൽ ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന എബിലിറ്റി നമ്മൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസ് ഈസ് എബിലിറ്റി ഓഫ് എ ഡിവൈസ് ടു ഒപ്പോസ് എനി ചേഞ്ച് ഇൻ കറന്റ് ഫ്ലോ ത്രൂ ഇറ്റ്. ഓക്കെ, അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന, അതായത് ഒരു ഡിവൈസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിലുള്ള ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയെ നമ്മൾ പറയുന്നത് ഇൻഡക്ടൻസ് എന്നാണ്. സോ നമുക്ക് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം, ഇതെല്ലാം ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വെച്ചാൽ 4 സ്റ്റേറ്റ്മെന്റ് ഒരേപോലെ ഇരിക്കും. അപ്പൊ അതിൽ എന്തെങ്കിലും 1-2 വേർഡ്സ് ആയിരിക്കും മാറുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് വേറൊരു കാര്യം കൂടിയിട്ട് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം നമ്മളിത് എല്ലാം വായിച്ചെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ടിക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ടൈം എടുത്ത് കൃത്യമായിട്ട് വളരെ ഈസി ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ്. നോക്കാം. The property of a coil to induce an EMF within the coil due to changing current through it is termed as self inductance. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോയിലിന്റെ പ്രോപ്പർട്ടി ടു ഇൻഡ്യൂസ് EMF within the coil due to changing current സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് കൃത്യമായിട്ട് കാര്യം അറിയാന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഓപ്ഷൻ എ തന്നെ ഇതിൽ കറക്റ്റ് ആണെന്നുള്ളത്. പക്ഷെ ആദ്യം ഒന്ന് വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ വായിക്കണം. The property of a coil to induce an EMF within the coil due to changing current through it is termed as mutual inductance. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു വാല്യൂ within the coil എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും എന്താവില്ല, മ്യൂച്വൽ ഇൻഡക്ടൻസ് ആവില്ല. അടുത്തത് property of a coil to induce EMF within the coil due to changing voltage through it is called self inductance. എന്താണ്? ഒരിക്കലും ചേഞ്ചിങ് വോൾട്ടേജ് അല്ല, അത് ചേഞ്ചിങ് കറണ്ട് ആണ്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് the property of a coil to induce an EMF within the coil due to changing voltage through it is termed as mutual inductance. അപ്പൊ within the coil എന്നുള്ളതും ചേഞ്ചിങ് വോൾട്ടേജ് എന്നുള്ളതും എന്തായാലും അത് കറക്റ്റ് ആയി വരില്ല. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. പക്ഷെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഓപ്ഷൻ എ വായിച്ചു, നമുക്കത് കറക്റ്റ് ആണെന്ന് തോന്നി വേഗം കയറി ചിലവരെ ആൻസർ ചെയ്യും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നമുക്ക്
ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് ഓൾ ഓഫ് ദ എബവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തെറ്റിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് എല്ലാം വായിക്കുക. അതിനു വേണ്ടി നമ്മൾ കുറെ സമയം പോകുമല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Moving on to the next question, the induced EMF in an inductor has polarity that always opposes the source voltage. Which law is associated with this statement? വളരെ important ആയിട്ടുള്ള ഒരു question ആണ്. നമ്മൾ Faraday's law of electromagnetic induction, നമ്മൾ Faraday's law പറയുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം പറയുന്ന ഒരു law ആണ് അല്ലെ, Lenz's law എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻഡക്ടറിലുള്ള induced EMF അതിന്റെ polarity എപ്പോഴും source voltageനെ oppose ചെയ്തു നിൽക്കുന്നു എന്നുള്ളത് ഏത് law ആയിട്ട് associate ചെയ്തിട്ടുള്ളതാണ്? It is Lenz's law, option C. Next one, the inductance of an inductor is primarily determined by. ഒരു ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ, മെറ്റീരിയൽ ഓൺ വിച്ച് ദ കോയിൽ ഈസ് ഓർ ദ കോർ മെറ്റീരിയൽ, ദ സ്പേസിംഗ് ബിറ്റ്വീൻ ടേൺസ് ഓഫ് വയർ, പിന്നെ ഓപ്ഷൻ ഡി പറയുന്ന ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ വായിക്കുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ വയർ കറക്റ്റ് ആണല്ലോ എന്ന് തോന്നും. ഉടനെ കയറി ആൻസർ എഴുതരുത്, കാരണം ഇതിൽ ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ഇതിൽ ആൻസർ നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കൂടാതെ ഒരു ഫാക്ടറും കൂടെ ഡയമീറ്റർ ഓഫ് ദ കോയിൽ കൂടെ വരും കേട്ടോ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next one, which inductor is used to reduce the eddy current in the core when used as radio frequencies? അപ്പോൾ നമുക്ക് different types of inductors പഠിക്കുമ്പോൾ നമ്മൾ വേരിയബിൾ ഇൻഡക്ടർ, ഫെറൈറ്റ് കോർ ഇൻഡക്ടർ, സെറാമിക് ഇൻഡക്ടർ, പൗഡേർഡ് അയൺ കോർ ഇൻഡക്ടർ, അങ്ങനെ കുറെ ടൈപ്സ് പഠിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ഏത് ഇൻഡക്ടർ ആണ് എഡി കറന്റ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസീസിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് പൗഡേർഡ് അയൺ കോർ ഇൻഡക്ടർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓരോ ടൈപ്പ് ഓഫ് ഇൻഡക്ടറിന്റെയും പ്രത്യേകതകൾ നോക്കി വയ്ക്കാം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? അപ്പൊ നമുക്കൊരു 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഓപ്ഷൻ ആയി തന്നിരിക്കുന്ന അതിന്റെ കോമ്പിനേഷൻ ആണ്. എഗെയിൻ നമ്മൾ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ സാധാരണ കുറെ സ്റ്റുഡൻസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങ് സ്കിപ്പ് ചെയ്യും, കാരണം വെറുതെ കുറെ വായിച്ച സമയം കളയണ്ടേന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നോക്കാം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇഫ് ഓൾ ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഇൻഡക്ടൻസ് ആർ ഈക്വൽ, an iron core inductor has more inductance than an air core inductor. എന്താ പറയുന്നത്? ഇൻഡക്ടൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അയൺ കോറിനാണോ അതേപോലെ തന്നെ എയർ കോർ ഇൻഡക്ടറിനാണോ കൂടുതൽ ഇൻഡക്ടൻസ്? അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന അയൺ കോർ ഇൻഡക്ടർ ഹാസ് മോർ ഇൻഡക്ടൻസ് ദാൻ an എയർ കോർ ഇൻഡക്ടർ. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, ആഡിങ് മോർ ടേൺസ് ടു an inductor increases its inductance because each turn adds more magnetic field strength to the inductor. That is second statement പറയുന്നത് നമ്മൾ കൂടുതൽ ടേൺസ് ഇൻഡക്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ഇറ്റ് ഇൻഡക്ടൻസ്, അതിന്റെ ഇൻഡക്ടൻസിനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, when the distance between the turns of wire in a coil is increased, അതായത് ടേൺസ് ഓഫ് വയറിനിടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടൻസ് ഓഫ് കോയിൽ ഇൻക്രീസസ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അടുത്ത, for a given material having same number of turns, the inductance will be high with a large cross sectional area and will be low for small cross sectional area. എനിവേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാരും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ ഡെപ്തില് ഇൻഡക്ടറിനെ കുറിച്ചും ഇൻഡക്ടൻസിനെ കുറിച്ചും അറിയാത്ത ഒരാൾക്ക് ഇതുപോലുള്ള ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇതില് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം അറിഞ്ഞാൽ പോലും ഇതിന് ഉത്തരം എഴുതാൻ കിട്ടില്ല. കാരണം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഇതിൽ ഏതൊക്കെ കറക്റ്റ് ആണെന്നാണ്. അപ്പൊ 1, 3, 4 എന്നുള്ളതാണ് എ, 1 and 2 എന്നുള്ളതാണ് ബി, 1, 2, 4 എന്നുള്ളതാണ് സി, 1, 2, 3 and 4 എന്നുള്ളതാണ് ഡി ഓപ്ഷൻ വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. എലിമിനേറ്റ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് when the distance between the turns of wire in a coil increase ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടൻസ് ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല, അത് ഡിക്രീസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ആ ഇക്വേഷൻ വെച്ച് നമുക്കത് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഓപ്ഷൻ 3 എന്നുള്ളത് എന്തായാലും തെറ്റാണ്. അപ്പൊ നമുക്ക് എ എന്തായാലും വരില്ല, അതേപോലെ തന്നെ ഡി എന്ന് പറയുന്ന ഓപ്ഷനും എന്തായാലും വരില്ല. അപ്പൊ പിന്നെ ബിയിൽ നിന്നും സിയിൽ നിന്നും മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതും കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ നമുക്ക് ബി എന്നുള്ള ഉത്തരം എഴുതാം. പക്ഷെ അവിടെ നമ്മൾ നോക്കണം ഇതിലെ ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ 1, 2 and 4 എന്നുള്ളതാണ്
ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ടൈം കൺസ്യൂമിംഗ് ആണ്. കൃത്യമായ കോൺസെപ്റ്റ് അറിയാണെങ്കിൽ മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു മാർക്കിന് അത്രയധികം വാല്യൂ ഉണ്ടാവും. സോ ശ്രദ്ധിച്ച് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. അടുത്ത ചോദ്യം മാക്സിമം വാല്യൂ ഓഫ് കെ. കെ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. 1 ഇൻഫിനിറ്റി 0 ഡാറ്റ ഇൻസഫിഷ്യന്റ്. നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഓപ്ഷൻ. പക്ഷെ ഇതില് മാക്സിമം കെയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. And it occurs when all flux set up by the coil is linked with the other coil. Complete ആ ഫ്ലക്സ് ലിങ്ക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമുക്ക് കെയുടെ വാല്യൂ ഇതിന്റെ മാക്സിമം വാല്യൂ 1 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡക്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോക്സ് കോയിൽ റിയാക്ടേഴ്സ് ഓൾ ഓഫ് ദ അബവ്. അപ്പൊ ഇൻഡക്ടേഴ്സിനെ ചോക്സ് എന്നും അതേപോലെ കോയിൽസ് എന്നും റിയാക്ടേഴ്സ് എന്നും പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ചോക്സ് എന്ന് മാത്രം അല്ലെങ്കിൽ കോയിൽസ് മാത്രം അത് രണ്ടും പെട്ടെന്ന് കിട്ടും. റിയാക്ടേഴ്സ് എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ അധികം കേട്ടിട്ടോ ശ്രദ്ധിച്ചിട്ടോ ഉണ്ടാവില്ല. പക്ഷെ ഇതിനെ ഇത് പറയാറുണ്ട്. സോ ചോക്സ് കോയിൽസ് റിയാക്ടേഴ്സ് മൂന്നും കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദ അബവ് എന്നുള്ളത് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which type of inductors are tiny sized and have very low value of inductance? Again, types of inductors എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ ട്യൂബ് ഇൻഡക്ടർ, തിൻ ഫിലിം ഇൻഡക്ടർ, ഫെറൈറ്റ് കോർ ഇൻഡക്ടർ ആൻഡ് മൗൾട്ടഡ് ഇൻഡക്ടർ. ആൻഡ് ഇറ്റ് ഈസ് തിൻ ഫിലിം ഇൻഡക്ടർ. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്ത 10 ക്വസ്റ്റ്യൻസും ഫ്രഷ് ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് നമ്മൾ ടെക്സ്റ്റ് നോക്കി അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ നമ്മൾ കുറേ അധികം ടോപ്പിക്സിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രീമിയം കോഴ്സുകളിലാണ് അവൈലബിൾ ആയിട്ടിരിക്കുക. സോ നമ്മളുടെ കോഴ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഇന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.